ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒന്ന് രണ്ട് ശുദ്ധീകരണ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ആലസിച്ച് എപ്പോഴും ഈ ശുദ്ധീകരാത്മാക്കളുടെ കാര്യം പറയുന്ന ആളാണ് എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, ആ അനുഭവങ്ങൾ കൂടുതലുണ്ടാകുന്നത് കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. എന്തായാലും ശുദ്ധീകരാത്മാക്കൾ എന്നെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ സത്യമാണ് കേട്ടോ. ഞാൻ ഈ ദിവസങ്ങളിൽ വലിയ സുഖമൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് അങ്ങനെ വീഡിയോയിൽ വരാറില്ല. ഇത് കുറേ അനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെ അനുഭവങ്ങൾ. ഞാനത് നിങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. എന്തായാലും ഞാനിന്ന് ഒന്ന് രണ്ട് ശുദ്ധീകരണ അനുഭവങ്ങൾ നമ്മൾ ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതവർക്ക് എത്തുന്നുണ്ടോ, അവർക്കത് ആവശ്യമുണ്ടോ, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ച് സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മടുക്കും നമുക്ക്. അപ്പം നമ്മൾ വിചാരിക്കും, നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണോ, എന്തിനങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇത് പ്രാർത്ഥിക്കും തോറും സഹനം കൂടുതലാണല്ലോ. ഞാനെപ്പോഴും പറയുന്നത് പോലെ അത് തെറ്റിദ്ധാരണയാണ് കേട്ടോ. കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ സഹനമൊന്നുമല്ല, പ്രാർത്ഥിക്കാത്തവർക്കും സഹനങ്ങൾ വരുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സഹനങ്ങൾ ഉണ്ടാകും. അത് പ്രാർത്ഥനയിൽ നിന്നും നമ്മൾ പിന്തിരിപ്പിക്കാനാണ്. അപ്പം ഞാൻ ഈ ശുദ്ധീകരണ അനുഭവം പറയുന്നത്, നമ്മുടെ പ്രാർത്ഥന കാത്തിരിക്കുന്ന ശുദ്ധീകരാത്മാക്കളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഇന്ന ആൾക്കാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രയോജനപ്പെടും, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തി ഓൾറെഡി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന മറ്റുള്ളവർക്കും ലഭിക്കും, അമ്മ മാതാവ് അത് കൊടുക്കും. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരാത്മാക്കൾ, പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന ശുദ്ധീകരാത്മാക്കൾ, അങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകം എടുത്തു പറയുമ്പോൾ അതിൻ്റെ ഫലം കിട്ടും. ഞാൻ അങ്ങനെ ഒരു രണ്ടനുഭവം പറയാനാണ് ഒന്ന് എൻ്റെ തന്നെ അനുഭവമാണ്, ഒന്ന് ഈ അടുത്തിടെ ഒരു സഹോദരിക്ക് ഉണ്ടായ അനുഭവമാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവരുടെ ആങ്ങള ക്യാൻസർ വന്ന് മരിച്ചു. അതിനുശേഷം അതൊരു 12-ാം തീയതിയാണ് മരിക്കുന്നത്. അതിനുശേഷം ഈ ആങ്ങളയുടെ ഭാര്യയും മക്കളുമൊക്കെ എന്തോ ഒരു യാത്രയിൽ കാർ ആക്സിഡൻറ്റിൽ 2 മക്കളും മരിച്ചു, കുഞ്ഞു മക്കൾ. ഇനിയിപ്പോൾ അതും ആ ആക്സിഡൻറ്റ് നടന്നതും ഒരു 12-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് തോന്നും ഈ ഡേറ്റുകൾക്കൊക്കെ എന്താണാവോ പ്രത്യേകത. സത്യം പറഞ്ഞാൽ അത് എനിക്കും അറിയില്ല എന്തുകൊണ്ട് ഈ 12-ാം തീയതി പ്രതി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എന്തായാലും ഒരു 12-ാം തീയതിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഇവരെന്നോട് പറയായിരുന്നു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു അത് പറഞ്ഞാലും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എന്നെ ഈശോ ഇവിടെ സഹിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് 2 കാര്യങ്ങൾക്കാണെന്നാണ് എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ഒന്ന് സമർപ്പിതർക്ക് വേണ്ടി, 2 ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി. പിന്നെ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരുടെ ആങ്ങള മരിച്ചുപോയി. ആങ്ങളയുടെ 2 മക്കളും ഇപ്പോൾ കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അത് ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു ഈ അപകടത്തെക്കുറിച്ച്. ഈ ഭാര്യയും ഇനിയുള്ളൊരു മോളും ഇപ്പോഴും ICUവിൽ തന്നെയാണ്, ട്രീറ്റ്മെൻറ്റുകളിലാണ്. അപ്പോൾ ഇവരുടെ ആങ്ങളെയും മരിച്ചു പോയിട്ട് ഇവർ പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയുന്നത്. ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് ആങ്ങളയ്ക്ക് വേണ്ടി. പക്ഷെ ഇവർ ഈ അടുത്ത കാലത്തൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു, കുറേ ആളുകൾ ഇങ്ങനെ കസേരയിട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ആങ്ങളെയും അവിടെയുണ്ട്. ആങ്ങളെ എവിടെയുള്ളത് കുറേ താഴ്ന്ന ഒരു സ്ഥലത്ത് കസേരയിലിരിക്കുകയാണ് ഒറ്റപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ മുകളിലുള്ള ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവരൊക്കെ അത് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ആങ്ങളെ ഇവിടെ നിന്നിട്ട് പറയാണ്, എനിക്കും വേണം എനിക്ക് താ എന്ന് പറഞ്ഞിട്ട്. ആങ്ങളയ്ക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കും വേണം അത് എന്ന് പറഞ്ഞിട്ട് ആങ്ങളെ ബഹളടിക്കുകയാണ് അവിടെ സങ്കടത്തോടു കൂടെ. ഇതാണ് അവർ പറഞ്ഞ
അവർ കാണുന്ന സ്വപ്നം. അതായത് ഞാൻ മനസ്സിലാക്കുകയാണ്, ഈ ആങ്ങള അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥനയാണ് ചോദിക്കുന്നത്, പരിശുദ്ധ കുർബാനയാണ് ചോദിക്കുന്നത്. ഈ മുകളിലത്തെ തട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഒക്കെ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് പ്രാർത്ഥനകൾ ലഭിക്കുന്നു. പക്ഷെ താഴത്ത് കിടക്കുന്ന തട്ടിലെ ആളുകൾക്ക് അത് കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയിട്ട് അവർ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ് ഞങ്ങൾക്കിത് കിട്ടുന്നില്ല എന്ന്. ഇതിൻ്റെ ഏക പോം വഴി അവർക്കൊരു കുർബാന അർപ്പിക്കുക എന്നേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാം, പരിഹാര പ്രവൃത്തികൾ ചെയ്യാം, മാപ്പാക്കണേ, കരുണ കാണിക്കണമേ എന്ന് ഈശോയോട് പറയാം, പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, സഹനസഭയിലെ മക്കൾക്ക് സമരസഭയിലെ മക്കളുടെ വലിയ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഒട്ടും പിന്മാറരുത്. ഓരോ സഹനങ്ങളും അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോയോട് പറഞ്ഞ് കാഴ്ചവെച്ചാൽ മതി. യൂദായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. യൂദ 1:23 അതാണ് പറയുന്നത്. അഗ്നിയിൽ അടയ്ക്കപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. ആരാണോ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് അവരെ പിടിച്ചു കയറ്റേണ്ട ചുമതല നമുക്കുണ്ട്. കാരണം നമ്മൾ അവരുടെ സഹോദരങ്ങളാണ്. പ്രിയ കൂട്ടുകാരെ, ഞാനിനി എൻ്റെ ഒരു അനുഭവം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്തെന്നല്ല, കുറേ നാളുകളായി കുടുംബട്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ കുടുംബട്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എല്ലാ മാസം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് മുമ്പ് പങ്കുവെച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ കുടുംബട്രീയിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി കുർബാനകൾ അർപ്പിക്കും. അപ്പോൾ കുർബാനകൾ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പള്ളിയിൽ പറയും. അപ്പോൾ അവരത് അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പള്ളികളുണ്ട്, പറയാതെ പ്രാർത്ഥിക്കുന്ന പള്ളികളുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ എന്താണ് എൻ്റെ തറവാട്ടിൽ നിന്നും വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് ഞാൻ ഓർത്തിട്ട്, എനിക്കറിയില്ല എന്താണ് ഉണ്ടായിട്ടുള്ളതെന്ന്, എൻ്റെയും ഹസ്ബൻഡിൻ്റെയും തറവാട്ടിൽ നിന്ന് വന്നു പോയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം, ഞാനിത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ചെയ്യാം നിങ്ങൾക്ക്. ഞാൻ ഓരോ തറവാടുകളുടെയും പേരുകളെടുക്കും. എൻ്റെ ഹസ്ബൻഡിൻ്റെ തറവാട്, ഹസ്ബൻഡിൻ്റെ അമ്മയുടെ തറവാട്, അമ്മയുടെ അമ്മയുടെ തറവാട്. അപ്പോൾ ഈ തറവാടുകളൊക്കെ വേറെയാണ്. നമ്മുടെ അപ്പൻ്റെ തറവാട് നമ്മുടെ തറവാട് തന്നെ, നമ്മുടെ പേര് തന്നെ, നമ്മുടെ തറവാട്ട് പേര്. പക്ഷേ അപ്പൻ്റെ ഭാര്യ, അതായത് നമ്മുടെ അമ്മയുടെ തറവാട് വേറെയാണ്. അപ്പോൾ നമുക്ക് അപ്പൻ്റെ തറവാട്ടുകാർക്കും അമ്മയുടെ തറവാട്ടുകാർക്കും വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു തറവാട്ട് പേര് പറഞ്ഞ് ആ തറവാട്ടിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് ഞാൻ കുർബാന പണം കൊടുക്കുക. ഞാനിത് കുറേ നാളുകളായി ചെയ്യുന്നതാണ്, ഒരു മാസത്തിൽ. അങ്ങനെ നമ്മുടെ ഭർത്താവിൻ്റെ അപ്പൻ്റെ തറവാട്, പിന്നെ ഭർത്താവിൻ്റെ അമ്മയുടെ തറവാട്, ഇനി ആ അമ്മയുടെ തറവാട്, അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അപ്പം ഞാൻ എൻ്റെ അപ്പൻ്റെ തറവാടും, അതായത് എൻ്റെ തറവാട്ട് പേര്, പിന്നെ എൻ്റെ അമ്മയുടെ തറവാട്, പിന്നെ അപ്പൻ്റെ അമ്മ വേറെ തറവാടാണ്. അപ്പോൾ ആ തറവാട്ട് പേര് അതാണ് ഞാൻ കുടുംബട്രീക്ക് വേണ്ടിയൊക്കെ കൊടുക്കുമ്പോൾ അതിലത്തെ ആളുകളെ കണ്ടുമുട്ടുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പം ഞാനിങ്ങനെ കുർബാനപ്പണം കൊടുക്കുമ്പോൾ എൻ്റെ തറവാട്ടിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ സ്ഥിരം എല്ലാ മാസം കുർബാനപ്പണം കൊടുക്കും. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു അത്ഭുതം ഞാൻ പലപ്പോഴും ഈശോയോട് പറയും, ഈശോയെ ഞാനിങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് അറിയിക്കണം. അത് അറിയിക്കുമ്പോഴല്ലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ഒരു അടയാളം മതിയെന്ന്. അപ്പം ഞാൻ ഈ തറവാട്ടിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. കാരണം ഒറ്റയ്ക്ക് കൊടുക്കേണ്ട സാമ്പത്തികം നമുക്ക് ഉണ്ടാവില്ലല്ലോ, കുറേ പേരുണ്ടാവില്ലേ. അപ്പം നമ്മൾ അപ്പൻ്റെ തറവാട്ടിൽ നിന്ന് അമ്മയുടെ തറവാട്ടിൽ നിന്ന്, അപ്പൻ്റെ അമ്മയുടെ തറവാട്ടിൽ നിന്ന് അമ്മയുടെ തറവാട്ടിൽ നിന്ന്, അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഈ അടുത്ത ദിവസങ്ങളുണ്ടായൊരു അത്ഭുതകരമായിട്ട് ഇടപെടലുകൾ, ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കുർബാനപ്പണം കൊടുക്കുമ്പോൾ അവർ നമ്മളെ പ്രത്യേക രീതിയിൽ സംരക്ഷിക്കും. അത് നമുക്കറിയില്ല, നമ്മളിത് എന്താണാവോ ഭാഗ്യം കൊണ്ട് എന്നൊക്കെ വിചാരിക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു ബന്ധു, അപ്പോൾ ആ ആൾക്ക് ഒരു
പ്രമേഹം കുറഞ്ഞ് ഒരു പ്രത്യേക അവസ്ഥയിൽ ആയി. അങ്ങനെ വീട്ടിൽ ആരുമില്ല, ഹസ്ബൻഡ് ലോക്ക് ചെയ്ത് പുറത്ത് പോയിരിക്കുക. അപ്പോൾ ബോധം പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കാണ്, ഞാൻ അവളുടെ മൊബൈലിലേക്ക് എൻ്റെ തറവാട്ടിൽ നിന്നുള്ള ആളുകളുടെ കുർബാന നടക്കുകയാണ്. അത് ഞാൻ എപ്പോഴും ലിങ്ക് അയച്ചു കൊടുക്കും. ലിങ്ക് അവർക്ക് ആരുടെ പേരിലാണ് അപ്പോൾ ആ തറവാട്ടിൽ പെട്ട എല്ലാവർക്കും ആ ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ആ തറവാടിനോട് ബന്ധപ്പെട്ടവർ ഒഴിവുള്ളവർ 6:30 ആ കുർബാന ഇരുന്ന് ഓൺലൈനിൽ കണ്ടാൽ അതൊരു നല്ല കാര്യമാണല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഞാൻ ഈ തറവാട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ തറവാട്ടിലത്തെ കുർബാന ഞാൻ ആൾക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് ആ മൊബൈലിൽ ഈ ലിങ്ക് അവിടെ ചെല്ലുമ്പോൾ ഈ ആൾ ഓർമ്മയില്ലാതിരിക്കുകയാണ്. ഒറ്റയ്ക്ക് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയിരിക്കുക ഹസ്ബൻഡ് ജോലിക്ക്. അപ്പോൾ വിടബോധം പോയി. ഞാൻ ഓർക്കാണ്, ആ സമയത്താണ് ഇപ്പോൾ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴാണ് പറയുന്നത്, ആയസിൻ്റെ കുർബാനയുടെ ലിങ്ക് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. മോള് വന്ന് നോക്കിയപ്പോൾ ആ സമയത്ത് ലിങ്ക് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ആൾക്ക് ബോധമില്ല. പ്രമേഹം കുറഞ്ഞത കാര്യം, പക്ഷെ മനസ്സിലായില്ല. അങ്ങനെ ആ സമയത്താണ് ട്രിവാൻഡ്രത്തുള്ള അവരുടെ മകൾക്ക് അവളെ വിളിക്കാൻ തോന്നുന്നത്, അമ്മേനെ വിളിക്കാൻ തോന്നുന്നത്. അപ്പം ഞാൻ ഓർക്കാണ്, ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ സഫർ ചെയ്ത് നമ്മൾ അവർക്കൊരു കുർബാന അർപ്പിക്കുമ്പോൾ അതെനിക്ക് പലപ്പോഴായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ചിലപ്പോൾ ആ തോന്നലിലൂടെ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ആ നിമിഷം അവിടെ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം ആ നിമിഷമാണ് ആ മകൾക്ക് അവിടെ ചിലപ്പോൾ നമ്മുടെ ശുദ്ധീകരാത്മാക്കൾ ആശ്വാസം കിട്ടുമ്പോൾ അവർ പെട്ടെന്ന് സഹായം എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവർ ആ മകൾക്ക് അവിടെ വിളിക്കാൻ തോന്നി. അപ്പം അമ്മയുടെ ഇത് കണ്ടപ്പോൾ മനസ്സിലായി. ഉടനടി ബന്ധുക്കളോട് പറഞ്ഞ് വേഗം വീട്ടിൽ ചെല്ലാൻ. അങ്ങനെ പുറത്തുനിന്ന് തുറന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. പിന്നെ വിളിച്ചപ്പോൾ പറയുമായിരുന്നു, ഞാൻ ഈ ഓർമ്മയില്ലാതെ കിടക്കും. മോള് വന്നിട്ട് നോക്കി, മോള് തിരുവനന്തപുരത്ത് നിന്ന് വന്നു നോക്കി എന്താണ് മൊബൈലിൽ ആരൊക്കെ വിളിച്ച സമയത്ത് നോക്കുമ്പോൾ കിടക്കുന്നത് ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള കുർബാന ലിങ്ക്. അത് ഞാൻ വോയിസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ തറവാട്ടിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി കുർബാനയാണ് ഇട്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒഴിവ് പോലെ ഇരുന്ന് കൂടിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വികാരിയച്ഛൻ്റെ ഡയറിയിൽ ഇങ്ങനെ പേര് പറഞ്ഞ്, മരിച്ചവർക്ക് വേണ്ടി പേര് പറഞ്ഞ് എഴുതി വെച്ചാൽ മതി, അവർക്ക് ആശ്വാസം കിട്ടും. കാരണം ആ കുർബാന നടന്ന പോലെയാണ്. നമ്മൾ കുർബാന പണം കൊടുത്ത് എഴുതി വയ്ക്കുമ്പോൾ എത്തിച്ച് നോക്കി നിൽക്കുന്ന ശുദ്ധീകരാത്മാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ വികാരിയച്ഛന്മാരുടെ റൂമിൽ ചെന്ന് നമ്മുടെ കുർബാനപ്പണം കൊടുക്കുമ്പോൾ അത് ജിജ്ഞാസയോട് നോക്കുകയാണ്. ഭൂമിയിലുള്ള ആൾ ഇന്ന ആൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും സ്നേഹമാണ് കേട്ടോ പ്രധാനം. എല്ലാത്തിൻ്റെയും ബേസ് കിടക്കുന്ന സ്നേഹമാണ്. നമ്മൾ ശുദ്ധീകരാത്മാക്കളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ നമ്മൾ ഈ കുർബാനപ്പണം കൊടുക്കുന്നത്. അപ്പോൾ അവർ നോക്കി നിൽക്കുകയാണ്. ആ സ്നേഹം അത് കുർബാനയായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവർക്ക് ആശ്വാസം കിട്ടിയാൽ ഇവർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാനിത് പറഞ്ഞു വന്നത്, എനിക്കൊരു അടയാളം പോലെയായിരുന്നു. എങ്ങനെയാണ് ഭാഗ്യം കൊണ്ട് ആ കുട്ടിക്ക് അപ്പം വിളിക്കാൻ തോന്നിയത്? വന്ന് മൊബൈൽ പരിശോധിച്ചപ്പോൾ ആ സമയത്ത് കിടക്കുന്നത് കുർബാനയുടെ ലിങ്കും എൻ്റെ വോയിസ് മെസ്സേജുമാണ്. അതുപോലെ വേറൊരു അനുഭവം ഉണ്ടായി. അനുഭവങ്ങൾ കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്നും അത് പോസ്റ്റ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. ഈ അനുഭവം ഇതുപോലെ തന്നെ ഞാൻ 1-2 ഫ്രണ്ട്സിൻ്റെ തറവാട്ടിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി കുർബാന എന്ന് പറഞ്ഞ് കൊടുക്കുക. ആ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇതുവരെ ആ ഫാമിലിയുടെ തറവാട്ടിന് വേണ്ടി കുർബാന പണം കൊടുത്തിട്ടില്ല. അപ്പം അന്നൊരു ദിവസം ഈശോ പറഞ്ഞു ഇന്നവരുടെ തറവാട്ടിന് വേണ്ടി കൊടുക്കണം എന്ന്. ഞാൻ അപ്പം തന്നെ കുർബാനപ്പണം കൊടുത്ത് ആ ലിങ്ക് ആ കുട്ടിക്ക് അയച്ചു കൊടുത്ത എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് മറുപടി പറയാണ്, ഈ കുർബാനയുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നത് വലിയൊരു അത്ഭുതമായി ചേച്ചി. കാരണം ഈ കുർബാന ഞാൻ പേര് പറഞ്ഞ് ഇവരുടെ തറവാട്ടിന് വേണ്ടി പേര് പറഞ്ഞ് കൊടുത്ത കുർബാന ശരിക്കും അവരുടെ ഡാഡി മരിച്ച ദിവസമാണ് അന്ന്. ഈ മകൻ വിദേശ രാജ്യങ്ങളാണ്, യൂറോപ്യൻ കൺട്രീസിലാണ് ജോലി ചെയ്യുന്നത്.
അപ്പോൾ അവരുടെ ഡാഡി മരിച്ച ദിവസം എനിക്കറിയില്ല, അവരായിട്ട് അത്ര കണക്ഷനും ഇല്ല. എങ്കിലും ഈശോ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പണം കൊടുക്കുന്നത്, ഇന്ന ആളുടെ തറവാട്ടിന് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ആൾ വിളിച്ച് പറയാണ്, ഭയങ്കര ഒരു യാദൃശ്ചികമായിട്ട് ഒരു ദിവസം വന്ന പോലെ എനിക്ക് തോന്നുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു ഇടപെടലായിട്ട് തോന്നി. കാരണം ഞാൻ ആ കുർബാന അയക്കുമ്പോൾ അവരുടെ ഡാഡിയുടെ മരണ വാർഷികമാണ്. അപ്പോൾ ആ തറവാട്ട് പേര് പറഞ്ഞാണ് ഞാനിവിടെ കുർബാന കൊടുത്തത്. അപ്പം ഞാനിവിടെ ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുർബാനകൾക്ക് ഫലം എന്താണ്, അവർക്കത് ലഭിക്കുന്നുണ്ടോ, അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ടോ എന്ന്. ഇതുപോലെ കുറേ അനുഭവങ്ങളിൽ കൂടെ ഈ സമയങ്ങളിൽ ഈശോ വഴി നടത്താണ്. അതുപോലെ ആരോരും പ്രാർത്ഥിക്കാനത് ശുദ്ധീകരാത്മാക്കൾ, ഇതുവരെ പ്രാർത്ഥന കിട്ടാത്തവർ, അതുപോലെ ആർക്കാണോ ഞാൻ പ്രാർത്ഥിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന ആ ശുദ്ധീകരാത്മാക്കളെന്ന്. പിന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ വലിയ ശാരീരിക സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഓരോ സഹനങ്ങളും ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി മാധ്യസ്ഥം വഹിച്ച്, മാതാവേ എൻ്റെ എല്ലാ സഹനങ്ങളും ആത്മാക്കൾക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടും കാഴ്ചവെക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഈ മിനിഞ്ഞാന്ന് ഞാനിങ്ങനെ കുടുംബ പ്രാർത്ഥന ഇരിക്കുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കർത്താവേ എന്തൊരു സഹനമാണെന്നറിയാം ഈ ദിവസങ്ങളിൽ. ആ സഹനം മുഴുവൻ ഞാൻ ശുദ്ധീകരാത്മാക്കളുടെ പാപങ്ങൾക്ക് മാപ്പാക്കണമേ എന്ന് പറഞ്ഞ് കാഴ്ചവെക്കുകയാണ്. എന്നാൽ ഈശോയെ എനിക്കൊന്ന് കാണിച്ചു തരുമോ, ഈ ആത്മാക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് ഫലം കിട്ടുന്നുണ്ട്, അവർ രക്ഷപ്പെടുന്നുണ്ട് എന്നൊന്ന്, അതിനടയാളമായിട്ട് എനിക്ക് ആരെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ദൈവീക രഹസ്യങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കറക്റ്റ് നേരിട്ട് വന്ന് നിൽക്കുകയാണ്. കണ്ണടച്ച് കാണുന്ന ദർശനമാണ് കേട്ടോ, ദർശനത്തിൽ നേരിട്ട് നിൽക്കുന്നു. അപ്പോൾ കാണുകയാണ്, ഞാൻ 38 വർഷം മുമ്പ് ഇവിടെ താമസിക്കാനായിട്ട് വന്നപ്പോൾ അന്ന് മുതലേ ഒരു അപ്പച്ചൻ ഒരു ബാഗിൽ, പ്രായമായിട്ടുണ്ട്, അന്നേ പ്രായമായിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു 115 വയസ്സൊക്കെ ഉണ്ടാകും. അന്നേ പ്രായമുള്ള ഈ അപ്പച്ചൻ ഈ ബാഗിൽ വചനോത്സവം താങ്ങി പിടിച്ച് വന്ന് വീടാന്തരം അത് എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഈ വചനോത്സവം അന്ന് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വീടാന്തരം കയറണമെങ്കിൽ ഒരു വീട് ഇവിടെയാണെങ്കിൽ ഞങ്ങളുടെ വീട്, പിന്നെ ഒരു നാഴിക കഴിഞ്ഞിട്ടായിരിക്കും വേറൊരു വീട്, പണ്ട്, ഇപ്പോഴല്ല. അങ്ങനെ ഈ അപ്പാപ്പൻ ഇത് ചെയ്യുമ്പോൾ ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ട്, 38 വർഷം മുമ്പാണ് കേട്ടോ, 36 വർഷം മുമ്പ് ഞാൻ വിചാരിക്കും ഈ വല്യപ്പച്ചന് വേറെ പണിയൊന്നുമില്ലേ, ഇതെന്തിനത് ഇങ്ങനെയൊക്കെ നടക്കണത്, അതിന് വയ്യായിയല്ലേ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ നടന്നു ഭജനോത്സവമൊക്കെ കൊടുത്തിരുന്ന ഒരു അപ്പച്ചൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ആളെ ഓർത്തിട്ടില്ല, ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല. ഞങ്ങളുടെ ഇടവക്കാരനായിരുന്നു, പക്ഷെ ഞങ്ങൾ ഓർത്തിട്ടില്ല. അങ്ങനെ മൊത്തം ഇടവകയെന്ന് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നല്ലാതെ ഓരോരുത്തരൊന്നും ഓർക്കാറില്ല. അപ്പോൾ ഞാൻ ഈ കുടുംബ പ്രാർത്ഥനയിൽ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ദാ വരുന്നു ഈ അപ്പച്ചൻ. ഭയങ്കര സന്തോഷത്തിൽ ഈ അപ്പച്ചൻ വരികയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നു, എൻ്റെ പ്രാർത്ഥന ആർക്കെങ്കിലും ഫലിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ അറിയിക്കണം. അതെനിക്ക് വലിയ സന്തോഷമാണ്, അവർക്കത് ഫലിക്കുന്നുണ്ടല്ലോ എന്ന് അറിയുന്നത്. അങ്ങനെ ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് കർത്താവ് എനിക്ക് കാണിച്ചു തന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഇത് റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് പോലും വാട്സപ്പ് മെസ്സേജ് നോക്കിയപ്പോൾ അവരുടെ മക്കൾ മരിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ ഇവിടെ ഇരുന്ന് ആരോരും പ്രാർത്ഥിക്കാനായിട്ട് ശുദ്ധീകരാത്മാക്കൾ എന്ന് പറയുമ്പോൾ ആരോരും ഇതുവരെ പ്രാർത്ഥിക്കാത്ത ശുദ്ധീകരാത്മാക്കളിലേക്ക് ഈശോയുടെ കരുണ ഒഴുകിയിറങ്ങും. ആ ദിവ്യബലിയിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ കാഴ്ചവെച്ചാൽ അവരുടെ സകല പാപങ്ങളും മോചിക്കപ്പെടും. അവർ നല്ല അവസ്ഥയിലാകുമ്പോൾ നമ്മളെ അവർ സഹായിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ 1-2 അനുഭവങ്ങൾ ഇവിടെ പങ്കുവെച്ചു. അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കേൾക്കുമ്പോൾ സ്വീകരിക്കാവുന്നതാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അങ്ങനെ നമ്മൾ മാലാഖമാരുടെ ജപമാല ചൊല്ലി, മാലാഖമാരുടെ വണക്കമാസം ചൊല്ലി നമ്മൾ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാൾ ഒല്ലൂര് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ മാലാഖമാരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും ഇതുപോലെ ഭയങ്കര സന്തോഷമാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം നമുക്ക് നമ്മുടെ കാവൽ മാലാഖനെ വിളിച്ചിട്ട് ശക്തമായ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഈ മാലാഖമാരുടെ ശക്തിയാൽ എല്ലാ പൈശാചിക പീഡകളെയും തുരത്താനുള്ള കൃപ ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, നിറച്ച് കസേരയിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ആ മകന്, ആദ്യം പറഞ്ഞ മകന് ഭക്ഷണം കിട്ടിയിട്ടില്ല. തട്ടുതട്ടായിട്ട് കിടക്കുന്നത് മുകളിലേക്ക് ഇരിക്കുന്നവർക്കാണ് ഈ ഭക്ഷണമൊക്കെ കിട്ടുന്നത്. അടിയിലുള്ളവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഞാൻ ആ സഹോദരി പറയാൻ പോവായിരുന്നു, ധാരാളം പ്രാർത്ഥിക്കണം മരിച്ചുപോയവർക്ക് വേണ്ടി. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ധാരാളം നമ്മൾ പ്രാർത്ഥിക്കണം മരിച്ചുപോയവർക്ക് വേണ്ടി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒരു അനുഭവം തന്നു എന്നേ ഉള്ളൂ. നിങ്ങളും ട്രൈ ചെയ്യുക. ഓരോ നിമിഷവും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ആ സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.